ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇന്നൊരു സമൂസൻ്റെ റെസിപ്പിയാണ്. അതിലേക്ക് നമുക്കൊരു 150 ഗ്രാം ഇത് ബീഫാണ് കേട്ടോ ഞാൻ എടുത്തത്. അതിൽ 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകവും, ആവശ്യത്തിന് ഉപ്പും, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കൊരു ഗ്ലാസ്, ഇത് മുങ്ങുന്ന വെള്ളം, ഗ്ലാസ് എന്ന് പറയേണ്ട, അത് മുങ്ങുന്ന വെള്ളം ഒഴിച്ച് നമുക്കൊരു 5-6 വിസിലടുപ്പിക്കണം കേട്ടോ. കാരണം വെള്ളം നല്ലോണം വറ്റി ബീഫ് നല്ലോണം വേവണം. ചിക്കൻ ആകുമ്പോൾ അത്ര വേവേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമുക്ക് കണ്ടോ, ഞാൻ നോക്കി നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ വെച്ചൊരു 4 ടീസ്പൂൺ ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു വലിയ ഉള്ളിയാണെങ്കിൽ 4 എണ്ണ എടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സമൂസൻ്റെ ഫില്ലിംഗ് ആണ് ഏറ്റവും നന്നാവേണ്ടത് കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുള്ളൂ. കാരണം ബീഫ് വേവിച്ചതിലുള്ള ഉപ്പുണ്ട്, അതിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ ഉപ്പ് പാകമാവുന്ന ഉള്ളതിലാണ് കേട്ടോ. ഉപ്പ് വളരെ കുറച്ചിട്ട് ഇതിലൊരു 3 പച്ചമുളക് നന്നായിട്ട് ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഉള്ളി ഒന്ന് വഴന്ന ശേഷമാണ് ഞാൻ ഉപ്പിട്ടതും പച്ചമുളക് ചെറുതായിട്ട് ഇട്ടതും അതേപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വഴറ്റിയെടുത്ത ശേഷം അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടില്ല, കാരണം ഞാൻ ചിക്കനല്ല ബീഫിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വെള്ളത്തോട് കൂടി തന്നെ കേട്ടോ മിക്സിയിലൊന്ന് അടിച്ചെടുത്ത ബീഫായതുകൊണ്ട്. ചിക്കനാണ് നമ്മൾ ചാന്ത് പോലെ ആവുന്നത്, എന്താ വെച്ചാൽ നന്നായിട്ട് അരിഞ്ഞു പോകും. ബീഫായതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ആ ലെയർ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അത്യാവശ്യത്തിന് നല്ല മല്ലിയില, ഞാൻ ആ മല്ലിയില നല്ല ഉപയോഗിക്കുന്ന ആളതിനെ കൊണ്ട് മല്ലിയില നല്ലോണം, കരിവേപ്പും മല്ലിയിലയും നന്നായിട്ട് ചേർത്ത് നമുക്കിത് വഴറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഒന്ന് മൂടി വെക്കാം. നമുക്കിതിലേക്ക് സമൂസൻ്റെ ഷീറ്റ് തയ്യാറാക്കട്ടെ. അതിന് ഞാനൊരു ഗ്ലാസ് മൈദാണ് എടുത്തത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടതാണ് നന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. ടേബിൾ സ്പൂണാണ് എടുത്തത്. അപ്പോൾ നെയ്യ് ചേർത്തിട്ട് നന്നായി നമ്മൾ പുട്ടിന് കുഴക്കുന്ന മാതിരി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷമാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ചേർത്തിട്ട് നമുക്കിങ്ങനെ കുറേശ്ശായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. ഒറ്റയടിക്ക് വെള്ളം ചേർത്ത് കുഴക്കണ്ട, അങ്ങനെ കുഴച്ചെടുത്ത് നന്നായിട്ട് കുഴഞ്ഞ ശേഷം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇതാക്കി വെച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് വരും. മൈദല്ല, നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും. നമ്മളിതിൽ അരിപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ പത്തിരിൻ്റെ ഷീറ്റ് തയ്യാറാക്കുന്നത്. അതേപോലെ തന്നെ വലിയ ഉരുള എല്ലാം എടുക്കുന്ന വളരെ കുഞ്ഞ്, പൂരിൻ്റെ അത്ര പോലും ഇല്ല, നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള മാവാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഈ ഗ്ലാസ് ഇതിന് നമുക്ക് 11 ഉരുള കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നിട്ട് നന്നായിട്ട് അരിപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ പരത്തിയെടുക്കുക. നല്ല നേരെ ഷീറ്റായാൽ നമുക്ക് സമൂസ വായിലിട്ടാലിങ്ങനെ നന്നായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. സമൂസൻ്റെ ഷീറ്റ് കട്ടി കൂടിയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഞാനത് പ്രത്യേകം പറയുന്നത് അതാണ്. ഈ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സമൂസ ഉണ്ടാക്കാൻ ഇതുപോലെ അറിയാത്തവർക്ക് വേണ്ടി കൊണ്ട് ഞാനിത് ഷീറ്റ് മടക്കുന്നത് കാണിക്കട്ടെ. നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടാണിത് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കണം. പൊടി ഇട്ടത് കൊണ്ട് ഒട്ടാതെ ഒന്നും ഇല്ല കേട്ടോ, നന്നായിട്ട് ഒട്ടും. എന്നിട്ട് നമുക്ക് ഫില്ലിങ് നിറയെ കുത്തി നിറച്ച് വെക്കണ്ട, നമുക്കൊരു 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇട്ട് നന്നായിട്ട് അമർത്തിയ ശേഷം ഇതിങ്ങനെ സൈഡുകൾ നന്നായിട്ട് നമ്മൾ പ്രസ് ചെയ്യണം. കാരണം നമ്മൾ പൊരിക്കുമ്പോൾ നമ്മൾ വിട്ട് വരാതിരിക്കണം. ഞാനിത് ഇങ്ങനെ അമർത്താഞ്ഞാലുള്ള പ്രശ്നം ഞാൻ ഒന്ന് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്ത് അമർത്തിയ ശേഷം നമുക്ക് മാറ്റി വെക്കുക. വളരെ എളുപ്പത്തിലാണ് തയ്യാറാക്കാൻ പറ്റുന്നത്. ആർക്കും അറിയാത്തവർക്ക് കണ്ടോ എളുപ്പത്തിൽ തയ്യാറാക്കുക. ഞാൻ ഷീറ്റ് മടിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അത് നമ്മളൊരു പത്തിരി 4 ആക്കിയിട്ട് മുറിക്കുന്ന സർക്കിളായിട്ടുള്ളത് 4 ആയിട്ട് മുറിച്ചാൽ ഇതുപോലെ ഷീറ്റ് കിട്ടിയാൽ ഇത് ഇത്ര നൈസായിട്ട് നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്നതിലും ചെയ്യാം, പക്ഷേ ഇത്ര നൈസായിരിക്കില്ല കേട്ടോ. അങ്ങനെ ഈ സൈഡ് നന്നായിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിക്കണം. കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, അങ്ങനെ ചെയ്താൽ നിങ്ങൾ എല്ലാ ഭാഗവും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് സമൂസ ഒട്ടിയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മൾ നല്ല ചൂടായ വെളിച്ചെണ്ണ ആയാലും വേണ്ടിയില്ല, ഓയിലായാലും വേണ്ടിയില്ല, നമുക്ക് പൊരിച്ചെടുക്കാം. പക്ഷേ ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ നമുക്ക് പൊരിച്ചെടുക്കണം. ഇതിങ്ങനെ ഫില്ലിങ് വെക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിറയെ വെക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. കണ്ടോ, ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യണം കേട്ടോ. അല്ലാഞ്ഞാൽ ഇതിങ്ങനെ പൊട്ടി വരുന്ന പോലെ ആവും. അത് ഞാൻ കാണിച്ചു തരാം. ഇത് പൊരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിങ്ങനെ ഫസ്റ്റത്തേൽ
പ്രശ്നമൊന്നുമില്ല. ഞാൻ ഒട്ടിയത് തന്നെയാണ്, ഞാൻ നല്ല ഒട്ടിച്ചത് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ പൊള്ളി വരില്ല. കണ്ടോ, ഇതിനെ നെയ്യ് ചേർത്തതിനെ കൊണ്ട് നല്ല പിന്നെ നെരിച്ചിലുണ്ടാവും. നെരിച്ചിൽ നല്ല കറുമുറ കഴിക്കുക. കണ്ടോ, നല്ല ടേസ്റ്റായിട്ട് നമുക്ക് സമൂസ നേരിയ ഷീറ്റായതിനെ കൊണ്ട് പ്രത്യേകം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ സമൂസേൻ്റെ ഷീറ്റ് എപ്പോഴും നേരിയതായിരിക്കണം. ഈ നെയ്യില്ലെങ്കിൽ ഓയിലിട്ടിട്ടും ചെയ്യാം, പക്ഷേ നെയ്യാണ് കൂടുതൽ നല്ലത്. നോക്കിക്കൊണ്ടേ, ഇപ്പോൾ ഞാൻ സമൂസ ഇട്ടാൽ കാണാം ഇത് പൊള്ളി വരുന്നത്. കണ്ടോ, അവിടെ പ്രസ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ പൊങ്ങി വരും. പക്ഷേ രണ്ട് സൈഡും ഒട്ടിച്ചത് കൊണ്ട് അതിങ്ങനെ വിട്ട് വന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് അവിടെ നന്നായിട്ട് പ്രസ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.